നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിനെ പറ്റി നോക്കാം. സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടിംഗ് മെത്തേഡാണ്. ഹയർ റേറ്റിംഗ് ഉള്ള മോട്ടോഴ്സിനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടിംഗ് മെത്തേഡാണ് സ്റ്റാർ ഡെൽറ്റ എന്ന് പറയുന്നത്. സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു മോട്ടർ സ്റ്റാർട്ടിങ്ങിൽ ഒരു 6 to 7 ടൈംസ് ഒക്കെ അതിൻ്റെ റേറ്റഡ് കറണ്ടിനെക്കാട്ടും 6 to 7 ടൈംസ് ഒക്കെ അത് കറണ്ട് എടുക്കുന്നതാണ്. അപ്പം വലിയ മോട്ടോഴ്സൊക്കെ ആകുമ്പം ആ ഒരു കറണ്ട് പറയുന്നത് സ്റ്റാർട്ടിങ് കറണ്ട് തന്നെ ഭയങ്കര ഹ്യൂജ് എമൗണ്ട് ഓഫ് കറണ്ട് ആയിരിക്കും. ആ ഒരു സ്റ്റാർട്ടിങ് കറണ്ടിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റാർ എന്നുള്ള കോൺഫിഗറേഷനിലായിരിക്കും അതിൻ്റെ മോട്ടോർ വൈൻഡിങ് ഉണ്ടാകുക. പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെൽറ്റയിലേക്ക് മാറും. സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കൺട്രോൾ വയറിങ്ങിനെ പോലെ തന്നെ പവർ വയറിങ് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പവർ വയറിങ്ങിൻ്റെ ഡ്രോയിങ് നോക്കിയിട്ട് പിന്നെ കൺട്രോൾ വയറിങ്ങിലേക്ക് പോവാം. ഇപ്പം നിങ്ങൾ ഈ ഡ്രോയിങ് കാണുന്നുണ്ടാവും. RYB 3 ഫേസ് ഫ്യൂസ് വഴി അല്ലെങ്കിൽ MCB എന്ത് വഴിയാണെങ്കിലും അതുവഴി വന്ന് 3 കോണ്ടാക്ടറാണ് ഇവിടെ യൂസ് ചെയ്തത്. 3 കോണ്ടാക്ടറിൻ്റെ ഒന്ന് മെയിൻ കോണ്ടാക്ടർ, ഒന്ന് ഡെൽറ്റ കോണ്ടാക്ടർ, ഒന്ന് സ്റ്റാർ കോണ്ടാക്ടർ. മെയിൻ കോണ്ടാക്ടറിനെ ഇതിൽ KM പേര് വെച്ചിട്ടുണ്ട്, മറ്റേത് KD ആണ്, മറ്റേ KS. അത് നിങ്ങൾക്ക് പേര് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ 3 ഫേസ് ലൈന് RYB L1 L2 L3 മെയിൻ കോണ്ടാക്ടറിൻ്റെ L1 L2 L3യിലേക്ക് വന്നിട്ടുണ്ട്. അവിടുന്നും ഔട്ട് വന്നിട്ട് മോട്ടറിൻ്റെ ഒരു സെറ്റ് ഓഫ് വൈൻഡിങ്സിൽ U1 V1 W1ലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി ആദ്യം നമ്മൾ ഡെൽറ്റയാണ് ഞാൻ പറയുന്നത്, ഡെൽറ്റ ലൂപ്പാണ് പറയുന്നത്. ഡെൽറ്റ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മെയിൻ കോണ്ടാക്ടറിനും 3 ഫേസ് ജമ്പർ ചെയ്തിട്ടുണ്ട് ഡെൽറ്റ കോണ്ടാക്ടറിൻ്റെ ഇൻപുട്ടിലേക്ക്. അപ്പോൾ നമ്മൾ ജമ്പർ ചെയ്യുമ്പം L1 L2 L3യിൽ നമ്മൾ ഏതാണോ കൊടുത്തത് അതേ L1 L2 L3 തന്നെ അതേ ഫേസ് തന്നെ നമുക്ക് ഡെൽറ്റ കോണ്ടാക്ടറിൻ്റെ L1 L2 L3 തന്നെ കൊടുക്കുക. നമ്മൾ ഈ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്താൽ മതി. കാരണം ഞാൻ പറയാൻ കാരണം, നമ്മൾ ഈ ഫേസ് സീക്വൻസ് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടില്ല. അപ്പം ഇങ്ങനെ ജമ്പർ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ KD എന്ന് പറഞ്ഞ കോണ്ടാക്ടറിൻ്റെ ഡെൽറ്റ കോണ്ടാക്ടറിൻ്റെ ഔട്ട്പുട്ട് ഒരു ഓവർലോഡ് ത്രൂ നേരെ മോട്ടറിൻ്റെ അനദർ സെറ്റ് ഓഫ് വൈൻഡിങ്ങിൽ, അതായത് W2 U2 V2 ഈ ഒരു വൈൻഡിങ്ങിൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി അടുത്തത് സ്റ്റാർ കോണ്ടാക്ടറിൻ്റെ ആണ്. സ്റ്റാർ കോണ്ടാക്ടർ നിങ്ങൾക്ക് കാണാം, സ്റ്റാർ കോണ്ടാക്ടറിൻ്റെ ഔട്ട്പുട്ടിലാണ് നമ്മൾ ജമ്പർ ചെയ്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കോണ്ടാക്ടറിൻ്റെ അടിയിലും ഇൻപുട്ട് കോണ്ടാക്ടറിൻ്റെ മേൽവശമാണ് സാധാരണ നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും കൊടുക്കാറ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ പറയാം, സ്റ്റാറിൻ്റെ ഔട്ട്പുട്ടിലേക്കാണ് നമ്മൾ ജമ്പർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സ്റ്റാർ ഡെൽറ്റൻ്റെ ഇൻപുട്ടിൽ അത് സ്റ്റാർ ഡെൽറ്റൻ്റെ ഇൻപുട്ടിൽ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ആ 3 പോയിന്റ് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. L1 L2 L3 3 പോയിന്റ് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് പവർ വയറിങ്ങിൻ്റെ ഡയഗ്രാം. അപ്പോൾ നമുക്ക് പവർ വയറിംഗ് നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് കൺട്രോൾ വയറിംഗ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് പവർ വയറിംഗ് നോക്കാം. നമ്മൾ ഡ്രോയിങ്ങിൽ കണ്ട പോലെ 3 ഫേസ് വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ RYBക്ക് പകരം ബ്രൗണ്, ബ്ലാക്ക്, ബ്ലൂ ആണ്. നമ്മൾ ഈ L1 L2 L1ൽ വന്ന് തന്നെയാണ് നമ്മളിവിടെ മെയിൻ കോണ്ടാക്ടറിൻ്റെ L1ൽ വന്ന് തന്നെയാണ് നമ്മളിവിടെ ഡെൽറ്റയിലേക്ക് ജമ്പർ ചെയ്തത്. അതിനുശേഷം നമ്മൾ ഈ ഒരു ഓവർലോഡ് ത്രൂ മോട്ടറിൻ്റെ ഒരു സെറ്റ് ഓഫ് ടെർമിനലിലേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. ലൈനിൽ നമ്മൾ ലൈനിൻ്റെ ഔട്ട്പുട്ടും ലൈനിൻ്റെ കോണ്ടാക്ടറിൻ്റെ ഔട്ട്പുട്ടും നമ്മൾ അനദർ സെറ്റ് ഓഫ് ടെർമിനലിലേക്ക് കണക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടുന്നും ജമ്പർ ചെയ്തിട്ടുണ്ട് ഇവിടേക്ക്. ഇത് സ്റ്റാർ കോണ്ടാക്ടറാണ്. ഈ സ്റ്റാർ കോണ്ടാക്ടറിൻ്റെ ഔട്ട്പുട്ടിൽ ജമ്പർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ടെർമിനൽ ഈ ഒരു ടെർമിനൽ ഷോർട്ടും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയുള്ളത് നമുക്ക് മോട്ടറിലേക്ക് കണക്ഷൻ കൊടുക്കാണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ മോട്ടറിൽ ഇപ്പോൾ ഓൾറെഡി ഈ കണക്ഷൻ ടെർമിനൽ ഉണ്ട്, കണക്ഷൻ പ്ലേറ്റ് ഉണ്ട്. അത് നമുക്ക് ഒഴിവാക്കാം, അത് നമുക്ക് ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് കണക്ഷൻ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ കണക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ വരെയൊക്കെ റെഡിയാണ്, കണക്ഷനൊക്കെ ഓക്കെയാണ് കൊടുത്തത്. ഇവിടെ നമ്മൾ ഫേസ് സീക്വൻസ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
മാറിക്കഴിഞ്ഞാലും ഇത് സ്റ്റാർട്ടർ വർക്കാവില്ല. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം. നമ്മൾ മാറിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ സ്റ്റാറിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇത് ഡെൽറ്റയിലേക്ക് മാറുന്ന സമയത്ത് നമ്മുടെ ബ്രേക്കർ ട്രിപ്പായി പോകും. ഷോർട്ട് സർക്യൂട്ട് വന്നിട്ട് ബ്രേക്കർ ട്രിപ്പായി പോകും. അപ്പോൾ നമുക്ക് ഈ ഒരു കണക്ഷൻ നമുക്ക് ചെയ്യാം. ഈ ഒരു കണക്ഷൻ കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഒരു മോട്ടറിൻ്റെ സ്റ്റേറ്റർ വൈൻഡിങ് മാത്രമാണ്, ജസ്റ്റ് ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ നമുക്ക് ഈ പ്ലേറ്റ് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇവിടുത്തെ കണക്ഷൻ എങ്ങനെ കൊടുക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ടെർമിനലിൽ ഈ പ്ലേറ്റ് കണക്ഷൻ പ്ലേറ്റ് മാറ്റാം നമുക്ക്. അപ്പോൾ എന്നിട്ട് നമുക്ക് കേബിൾ കൊടുക്കാം. ഇതിപ്പോൾ ഡെൽറ്റ കോൺഫിഗറേഷനാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഇതിനെ മാറ്റിയിട്ട് ഇത് മാറ്റിയിട്ട് ഇതുവഴി നമുക്ക് കോൺടാക്ടർ വഴി സ്റ്റാറും ഡെൽറ്റയിലും നമുക്ക് കൺവേർട്ട് ചെയ്യണം ഇതിൻ്റെ വൈൻഡിങ്ങിൻ്റെ കോൺഫിഗറേഷനെ. ഓക്കെ, അപ്പോൾ നമുക്കിത് ആദ്യം ഈ പ്ലേറ്റ് നമുക്ക് ഒഴിവാക്കാം. നമുക്ക് ആദ്യം ഈ ഒരു സെറ്റ് ഓഫ് കണക്ഷൻ ചെയ്യാം. U1 V1 W1 ചെയ്യാം. അതായത് ഈ ലൈൻ കോൺടാക്ടറിൽ നിന്നും നേരെ വന്നിട്ട് മെയിൻ കോൺടാക്ടറിൻ്റെ ഔട്ടിൽ നമുക്ക് ആദ്യം ഇത് കൊടുക്കാം. ഇതിന് ശേഷം ഡെൽറ്റേൻ്റെ കോൺടാക്ടർ വഴി ഈ ഒരു കണക്ഷൻ നമുക്ക് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇത് കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ U1 കൊടുത്ത അതേ ഫേസ് തന്നെയാണ് ഞാൻ W2 കൊടുത്തത്. അതേപോലെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതേ ഫേസാണ് ഇവിടെയും കൊടുത്തത്. ഈ ഒരു ടെർമിനലിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതേ ഫേസാണ് ഇതിൽ കൊടുത്തത്. നമ്മൾ വയറിംഗ് ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്താൽ കുഴപ്പമില്ല, കൺഫ്യൂഷൻ ഉണ്ടാവില്ല. നമ്മുടെ ഫേസിൻ്റെ സീക്വൻസ് ഇതേപോലെ ഞാനിപ്പം ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. ഇനി നമുക്ക് സ്റ്റാർട്ടറിൽ വർക്ക് ചെയ്യുന്ന മോട്ടറിൻ്റെ റൊട്ടേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നും കൂടി നോക്കാം. റൊട്ടേഷൻ ചേഞ്ച് ചെയ്യാൻ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഇൻപുട്ട് ഉണ്ടല്ലോ, മെയിൻ പവറിൻ്റെ ഫേസ് ഏതെങ്കിലും ചേഞ്ച് ചെയ്താൽ റൊട്ടേഷൻ ചേഞ്ച് ആവും. പക്ഷേ നമുക്ക് ഒരുപാട് മോട്ടോഴ്സിനെ കൺട്രോൾ ചെയ്യുന്നൊരു മോട്ടോർ കൺട്രോൾ പാനലാണെങ്കിൽ നമുക്ക് ഈ ഒരു ചേഞ്ചിങ് പറ്റിയെന്ന് വരില്ല. കാരണം ഇത് ഒരുപാട് മോട്ടോർ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഇൻപുട്ടിലുള്ള ബ്രേക്കറിൻ്റെ സൈസ് വലുതായിരിക്കും, അതിൻ്റെ കേബിളൊക്കെ വലുതായിരിക്കും, ഹാർഡ് കേബിൾ ആവാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ ടെർമിനേഷനൊക്കെ ചെയ്യുമ്പം അത് ലെഗ്സൊക്കെ വെച്ച് ടെർമിനേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഫേസ് ചേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഏത് മോട്ടറിനാണ് നമുക്ക് ഫേസ് ചേഞ്ച് ചെയ്യേണ്ടത്, അതായത് റൊട്ടേഷൻ ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പാനലിൽ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, നമ്മളെ ഈ ഒരു കണക്ടറിൻ്റെ ഈ ഡെൽറ്റയിൽ നിന്ന് വന്നതിൻ്റെ ഈ രണ്ട് ഏതെങ്കിലും ഫേസ് മാറ്റുക. അതേപോലെ തന്നെ ലൈനിൽ വന്നതിൻ്റെ രണ്ട് ഫേസ് തമ്മിൽ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേഷൻ ചേഞ്ച് ആയി കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ റൊട്ടേഷൻ ചേഞ്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കൺട്രോൾ വയറിംഗ് എങ്ങനെ നോക്കാം. കൺട്രോൾ വയറിങ്ങിൻ്റെ ഫേസ് MCB വഴി സ്റ്റോപ്പ് പുഷ് ബട്ടണിൽ വന്നിട്ടുണ്ട്. അവിടുന്ന് ഓവർലോഡ് റിലേൻ്റെ നോർമലി ക്ലോസിൽ വന്നിട്ടുണ്ട്. അവിടുന്ന് സ്റ്റാർട്ട് പുഷ് ബട്ടണിൽ. അതിൽ നിന്ന് നേരെ മെയിൻ കോൺടാക്ടറിൻ്റെ കോയിലിലേക്ക് പോയിട്ടുണ്ട്. ആ കോയിൽ നമ്മൾ ഹോൾഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു നോർമലി ഓപ്പൺ നമ്മൾ സ്റ്റാർട്ടിന് പാരലായിട്ട് ചെയ്തിട്ടുണ്ട്, അതിനെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത കണക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാറിനും ഡെൽറ്റയിലേക്ക് ചേഞ്ച് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമറാണ്. അപ്പോൾ ടൈമറിൻ്റെ ഒരു വയറിംഗ് ചെയ്യാം. ടൈമറിൻ്റെ വയറിംഗ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അത് നേരെ ടൈമറിൻ്റെ A1 കൊടുക്കുക, ന്യൂട്രൽ A2 കൊടുക്കുക. ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കുന്നത് റിലേ ടൈപ്പ് അല്ല, പിന്നെ നമ്മുടെ ന്യൂമാറ്റിക് ടൈപ്പാണ്, മെക്കാനിക്കൽ ടൈപ്പാണ്. പക്ഷേ അതിനും വയറിംഗ് ഒക്കെ സെയിം തന്നെയാണ്. പക്ഷേ അങ്ങനെ വരും ഈ ഒരു ടൈപ്പിന് നമുക്ക് ഈ കോയിൽ സപ്ലൈ ഉണ്ടല്ലോ, നമ്മൾ ഈ ഡ്രോയിങ്ങിൽ കാണിച്ച ആ കോയിൽ സപ്ലൈ മെക്കാനിക്കൽ ടൈപ്പ് ഓഫ് ടൈമറിന് ആവശ്യമില്ല. നമ്മളത് മൗണ്ട് ചെയ്ത് വെക്കുന്നതാണ്. കോയിൽ സപ്ലൈ മാത്രമേ ആവശ്യമില്ലാത്തുള്ളൂ, ബാക്കി ഡ്രോയിങ് ഒക്കെ സെയിം ആണ്. ഇപ്പോൾ നമുക്ക് സ്റ്റാറിൻ്റെ കണക്ഷൻ നോക്കാം. സ്റ്റാറിൻ്റെ കോൺടാക്ടറിലേക്ക് പോകുന്ന കൺട്രോൾ നോക്കാം. ഈ നോർമലി ക്ലോസിലൂടെ, അതായത് ടൈമറിൻ്റെ നോർമലി ക്ലോസ് വഴി ഡെൽറ്റ കോൺടാക്ടറിൻ്റെ നോർമലി ക്ലോസ് വഴിയാണ് സ്റ്റാറിലേക്ക് പോകുന്നത്, സ്റ്റാറിൻ്റെ കോയിലിലേക്ക് പോകുന്നത്. അതേപോലെ ഡെൽറ്റേൻ്റെ കോൺടാക്ടറിലേക്ക് പോകുന്നതും ഫേസ് വന്നിട്ട് പിന്നെ ടൈമറിൻ്റെ നോർമലി ഓപ്പൺ വന്ന് പിന്നെ ഈ ഡെൽറ്റേൻ്റെ സ്റ്റാറിൻ്റെ നോർമലി ക്ലോസ് വഴിയാണ് ഡെൽറ്റയിലേക്ക് പോകുന്നത്. അപ്പം ഈ സ്റ്റാറിൻ്റെയും ഡെൽറ്റേൻ്റെയും ക്ലോസ് കോൺടാക്ട് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർലോക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. രണ്ടും ഒരേ സമയത്ത് വർക്ക് ചെയ്യാതെക്കാനുള്ളൊരു ഇലക്ട്രിക്കൽ ഇൻ്റർലോക്കിംഗ് ആണ്. അപ്പോൾ ഇതിനെ കുറച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് എൻ്റെ ചാനലിൽ കയറിയാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ വയറിങ് ചെയ്ത് നോക്കാം.
ഡ്രോയിങ്ങിൽ കണ്ട പോലെ ബ്രേക്കറിന് ഞാൻ ഫേസ് എടുക്കുകയാണ്. കൺട്രോൾ വോൾട്ടിൻ്റെ ഫേസ് എടുത്തിട്ട് നേരെ സ്റ്റോപ്പ് പുഷ് ബട്ടണിലേക്ക്, സ്റ്റോപ്പ് പുഷ് ബട്ടൻ്റെ ഔട്ടർ നേരെ ഇതിൻ്റെ ഓവർലോഡിൻ്റെ റിലേൻ്റെ NCയിലേക്ക്, NC എന്നാണ് ഞാൻ സ്റ്റാർട്ട് വഴി ഇതിൻ്റെ മെയിൻ കോൺടാക്ടറിൻ്റെ കോയിലിൽ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ വയറിങ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കണക്ഷൻ ചെയ്തിട്ടുണ്ട്. കോയിലിലേക്കുള്ള സപ്ലൈ, മെയിൻ കോൺടാക്ടറിൻ്റെ കോയിലിലേക്കുള്ള സപ്ലൈ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റോപ്പ് പുഷ് ബട്ടണും സ്റ്റാർട്ട് പുഷ് ബട്ടണും ഇതിൻ്റെ NC വഴി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഹോൾഡ് ചെയ്യാനുള്ളൊരു സർക്യൂട്ട് ചെയ്യണം. അത് നമുക്ക് A1 നേരെ നോർമലി ഓപ്പണിൽ ജമ്പർ ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട് വന്നിട്ട് നമ്മുടെ സ്റ്റാർട്ട് പുഷ് ബട്ടൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തിട്ട് ഇൻപുട്ടിൽ കൊടുത്താൽ ആ ഒരു ഹോൾഡിംഗ് സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. നമുക്കിനി അത് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ നോർമലി ഓപ്പണിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ഇൻപുട്ടിൽ, ഈ പുഷ് ബട്ടൻ്റെ ഇൻപുട്ടിൽ ഇവിടെ ഞാൻ ഈ ഒരു പോർഷനിൽ ഞാൻ ഇതിനെ കൊടുക്കുകയാണ്, കണക്ട് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഹോൾഡിംഗ് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈമർ ഒന്ന് ഫിറ്റ് ചെയ്യാം. ടൈമർ ഞാൻ ഈ ടൈമറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു. ഈ ടൈമർ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് മെക്കാനിക്കൽ ടൈമർ. അപ്പോൾ നമുക്ക് ഇത് മെയിൻ കോൺടാക്ടറിലാണ് നമുക്കിത് ഫിറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഡ്രോയിങ്ങിൽ നമ്മൾ ഓൾറെഡി ടൈമറിൻ്റെ കോയിലിലേക്കുള്ള സപ്ലൈൻ്റെ ഒരു ഡ്രോയിങ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമുക്ക് അത് ഇഗ്നോർ ചെയ്യാം. ഇവിടെ നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യുന്ന മെക്കാനിക്കൽ ടൈമറാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഐ ബട്ടണിൽ കൊടുക്കാം, നിങ്ങൾ അതൊന്ന് കാണുക. അപ്പോൾ ഞാൻ മെയിൻ കോൺടാക്ടറിൽ ഇത് ഇൻസേർട്ട് ചെയ്യാണ്. മെയിൻ കോൺടാക്ടർ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റാർ കോൺടാക്ടറിലേക്കുള്ള കോയിൽ സപ്ലൈ നോക്കാം. സ്റ്റാർ കോൺടാക്ടറിലെ കോയിൽ സപ്ലൈ പോകുന്നത് ടൈമറിൻ്റെ നോർമലി ക്ലോസ് വഴി ഡെൽറ്റ കോൺടാക്ടറിൻ്റെ നോർമലി ക്ലോസ് ത്രൂ, അങ്ങനെയാണ് ഈ കോയിലിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വയറിങ് ചെയ്യാം. ഞാനിവിടേക്ക് ഫേസ് എടുക്കുന്നത് നോർമലി ക്ലോസിലേക്ക്, ടൈമറിൻ്റെ നോർമലി ക്ലോസിലേക്ക് ഫേസ് എടുക്കുന്നത് ഈ ഒരു പോയിന്റിൽ നിന്നാണ്. ഞാനിതൊന്ന് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. നോർമലി ഓപ്പണിൻ്റെ ഈ പോയിന്റിൽ നിന്നും, മെയിൻ കോൺടാക്ടറിൻ്റെ നോർമലി ഓപ്പണിൻ്റെ ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഞാൻ ഇതിലേക്ക് കൺട്രോൾ ഫേസ് എടുക്കുന്നത്, നോർമലി ക്ലോസിലേക്ക്. പിന്നെ അത് ഞാൻ ഇതിൽ ഔട്ട് ചെയ്തിട്ട് നോർമലി ക്ലോസ് വഴി ഇതിൻ്റെ സ്റ്റാറിൻ്റെ കോയിലിലേക്ക് കണക്ട് ചെയ്ത് കാണിച്ചു തരാം.
അപ്പോൾ സ്റ്റാറിൻ്റെ കൺട്രോൾ ഫേസ് കൺട്രോളിൻ്റെ അത് കഴിഞ്ഞ് ഇനി നമുക്ക് അതേപോലെ ഡെൽറ്റയിൽ കൊടുക്കണം. ഡെൽറ്റേനെ കൺട്രോൾ ചെയ്യണം. ഡെൽറ്റേനെ കൺട്രോൾ ചെയ്യാൻ ഡ്രോയിങ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. കൺട്രോൾ ഫേസ് വന്നിട്ട് നോർമലി ഓപ്പൺ വഴിയാണ്. ടൈമറിൻ്റെ നോർമലി ഓപ്പൺ വഴി ഇതിൻ്റെ നോർമലി ക്ലോസിലേക്ക് പോകും. ഏതിൻ്റെ സ്റ്റാറിൻ്റെ നോർമലി ക്ലോസിലേക്ക് പോയിട്ട് ആണ് ഇതിൻ്റെ A1 ഡെൽറ്റൻ്റെ A1 വരുന്നത്. അതിന് ആ ഒരു വയറിങ് ചെയ്യാം. ഞാൻ ഫേസ് എടുക്കുന്നത് നോർമലി ഓപ്പണിലേക്കുള്ള ഫേസ് എടുക്കുന്നത് ഈ ഒരു പോയിന്റിൽ നിന്ന് ജമ്പർ ചെയ്തിട്ടാണ്. നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ നോർമലി ഓപ്പണിൻ്റെ ഈ പോയിന്റിൽ ഇതൊക്കെ സെയിം പോയിന്റുകളാണ്. അപ്പോൾ ഞാൻ ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ ഫേസ് ഇവിടേക്ക് കൺട്രോൾ ഫേസ് ഇവിടെ ജമ്പർ ചെയ്യുകയാണ്. സ്റ്റാർ കോണ്ടാക്ടറിൻ്റെ NC പോയിന്റ് ആണിത്. ഇനി കൊടുക്കാനുള്ളത് ഇതിൻ്റെ ന്യൂട്രലിൽ ലിങ്ക് ചെയ്യണം. കോമൺ ന്യൂട്രൽ എല്ലാത്തിനും കോമൺ ആയിട്ട് ന്യൂട്രൽ ലിങ്ക് ചെയ്യണം. അതുകൂടി കഴിഞ്ഞാൽ കൺട്രോൾ വയറിങ് കംപ്ലീറ്റ് ആയി. ഓക്കെ, ന്യൂട്രലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ചെയ്യുന്ന മുന്നേ നമുക്ക് ഇതിനെ സെറ്റ് ചെയ്യണം. സാധാരണ നമ്മൾ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൽ സ്റ്റാറിൽ നിന്നും ഡെൽറ്റയിലേക്ക് മാറാൻ ഒരു 10 to 15 സെക്കൻഡ് ഉള്ളിൽ സെറ്റ് ചെയ്താൽ മതി. 10 സെക്കൻഡ് തന്നെ ഇനഫാണ്. ഞാൻ 10 സെക്കൻഡിൽ സെറ്റ് ചെയ്യാണ്. ഈ ഒരു ടൈമർ 10 സെക്കൻഡ്, ഈ ഓണ്ടിലെ ടൈമർ ഞാൻ 10 സെക്കൻഡ് സെറ്റ് ചെയ്യാണ്. ഓക്കെ, ഞാനിവിടെ 10 സെക്കൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മെയിൻ കോണ്ടാക്ടറും സ്റ്റാർ കോണ്ടാക്ടറും സെയിം ടൈമിൽ എനർജൈസ് ആവും. 10 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെച്ച 10 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാർ കോണ്ടാക്ടർ ഡിസ്കണക്റ്റ് ആവും. എന്നിട്ട് ഡെൽറ്റ കോണ്ടാക്ടർ എനർജൈസ് ആവും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ രണ്ടും സെയിം ടൈമിൽ ഓൺ ആവും. ഇത് ഓൺ ആയിട്ടുണ്ട്. 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഇത് ഓൺ ആവും. ഇത് ഡിസ്കണക്റ്റ് ആയി. ആ സെയിം ടൈമിൽ ഇത് ഓൺ ആയിട്ടുണ്ട്. അതായത് ഡെൽറ്റ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇനി നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഈ പുഷ് ബട്ടൺ അമർത്തിയാൽ, സ്റ്റോപ്പ് അമർത്തിയാൽ ഓഫായി. ഓക്കെ, ഇനി ഞാനിവിടെ സേഫ്റ്റിക്ക് കൊടുത്തത് ഒരു OLR മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ലോഡിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, മോട്ടറിൽ എന്തെങ്കിലും ഓവർ കറണ്ട് വരുന്നുള്ള ഓവർലോഡിൻ്റെ പ്രശ്നം വരികയാണെങ്കിൽ നമുക്ക് ഇത് ട്രിപ്പാവും. അപ്പം ഇത് ട്രിപ്പായി കഴിഞ്ഞാലും മോട്ടർ ഓട്ടോമാറ്റിക് ഓഫ് ആവും. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൻ്റെ പവർ വയറിങ്ങും കൺട്രോൾ വയറിങ്ങും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാ പ്രാവശ്യം പറയും പോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.